ഹലോ ഗായ്സ്. അപ്പോൾ ഞാനിന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുള്ള ആൾക്കാർക്ക് നല്ല ഒരു ഈസി ആയിട്ട് പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗൂഗിൾ പേ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇതിൻ്റെ വേറൊരു പേരാണ് ടെസ് എന്നാണ് ഇതിൻ്റെ പേര് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇതിൽ പേയ്മെൻറ്റ് നടത്തുന്നതും ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ച് തരാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാം വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്നിട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അതേ സ്പോട്ടിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ പേ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് അതിൻ്റെ ലാംഗ്വേജ് ചോദിക്കും. ലാംഗ്വേജ് ഇംഗ്ലീഷ്. നമ്മൾ മലയാളം ഇതിൽ ലഭ്യമല്ല. ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും മറാഠിയൊക്കെ അതുപോലത്തെ ലഭ്യമാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തു. പൊക്കത്തെ നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു. നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് പെർമിഷൻസ് അലോ ചെയ്യാൻ പറയും. അത് അലോ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ നമ്മുടെ അക്കൗണ്ട് ചോദിക്കും. ജിമെയിൽ അക്കൗണ്ട് ചെയ്തിട്ട് കണ്ടിന്യൂ വയ്ക്കാൻ പറയും. കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഫോണിൽ ഒരു OTP വരും. OTP മെസ്സേജ് വരും. OTP വരാൻ ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ OTP വന്നിട്ടുണ്ട്. അത് അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെക്കിങ് OTP ആണ്. ഇപ്പോൾ OTP ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്പർ വെരിഫൈ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഗൂഗിൾ പിൻ അല്ലെങ്കിൽ ഫോൺ ലോക്ക് വഴി ഇതിന് ലോക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഗൂഗിൾ പിന്നാണ് കൊടുത്തത്. എന്നിട്ട് ആ ഗൂഗിൾ പിന്നടിക്കാൻ പറയും. പിന്നടിച്ചാൽ ഓട്ടോമാറ്റിക്കായി റീഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഹോം പേജിലേക്ക് വരും. ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. ഇതിൽ ഞാൻ നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ ഇതിലുള്ള ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊക്കത്തിലുള്ള ആ പേരിൻ്റെ അവിടെയുള്ള ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ലോഗിൻ ബാങ്ക് അക്കൗണ്ട്സ് വരും. അപ്പോൾ ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ തന്നെ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് റീസ്റ്റോർ ചെയ്യാൻ പറയും. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്താണെന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഒരു മെസ്സേജ് OTP വന്നിട്ട് അത് ശരിയാവുന്നതാണ്. ഞാനിപ്പോൾ റീസ്റ്റോറും ചെയ്തിരിക്കുകയാണ്. റീസ്റ്റോർ ചെയ്തു. എന്നിട്ട് ഇവിടെ റീസ്റ്റോർ എന്ന് അടിച്ച് എൻ്റെ പഴയ ബാങ്ക് അക്കൗണ്ട് ഇതിൽ റീസ്റ്റോർ ആവുന്നതാണ്. അത് ഏത് നമ്പറാണെന്ന് ചോദിക്കും. ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു SMS സെൻഡ് ചെയ്യുന്നു അവർ ഇവിടുന്ന്. എന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വെരിഫൈ ചെയ്യും. ബാങ്ക് അക്കൗണ്ട് നമ്മൾ തന്നെയാണ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. വെരിഫൈ ആയിട്ടുണ്ട്. ഇനി ബാങ്ക് അക്കൗണ്ട് റീസ്റ്റോർ ചെയ്യുകയാണ്. റീസ്റ്റോർ ആയിട്ടുണ്ട്. നമുക്ക് ഇതുവഴി നമ്മുടെ ബാലൻസ് നമ്മൾ എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്കറിയാൻ വേണ്ടി ഇവിടെ ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അതിൽ എടുക്കുക. എന്നിട്ട് ഈ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ബാലൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇത് കാണാൻ പറ്റും. നമ്മുടെ എത്ര ബാലൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. എന്നിട്ട് നമ്മുടെ UPI പിന്നടിക്കാൻ പറയും. പിന്നടിച്ച് ഇങ്ങനെ വരും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ബാലൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിലൂടെ കണ്ടില്ല ടാപ്പ് ഫോർ പെസ്റ്റ് മോഡ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇത് പൊക്കത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ പേ ആവും. പിന്നെ അതിൽ നിന്ന് റിസീവ് ആവും. നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ഇതുവഴി നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിലടിയിലേക്ക് പോയ ഓഫേഴ്സ് എന്ന് ഇതിലുണ്ട്. ഓഫേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഓഫേഴ്സ് കാണാൻ പറ്റും. ഇപ്പം ഗോയിബോയിൽ ട്രാവൽ ബുക്ക് ചെയ്താൽ അങ്ങനെ ഓരോ ഓഫേഴ്സ് കിട്ടും. പിന്നെ
ഇതിൽ ഏറ്റവും വലിയൊരു ഇതുണ്ട്, ഞാൻ മനസ്സിലാം. നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ അവർ ഫസ്റ്റ് ഒരു പേയ്മെൻറ്റ് ചെയ്ത് 1 രൂപ എന്ന് അയച്ചാൽ 101 രൂപയാണ് നമുക്ക് പേയ്മെൻറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്പാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ എല്ലാ ഇതിലും ചെയ്താൽ നമുക്ക് എല്ലാത്തിനും റിവാർഡ്സ് അതിൽ നമ്മൾ റിവാർഡ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്പ് തന്നെയാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ നമുക്ക് ആൾക്കാർ UPI വഴി പേ ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു അടിപൊളി ആപ്പ് തന്നെയാണിത്. അപ്പോൾ ഇതിൽ റെഫർ ചെയ്തും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. റെഫറൽ കോഡ് ക്ലിക്ക് ചെയ്താൽ റെഫർ ചെയ്തും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് ഈ പൊക്കത്തെ ഡോട്ട് ക്ലിക്ക് ചെയ്ത് റെഫർ അടിച്ചാൽ നമ്മുടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നല്ല തരും. ആ ഇൻവൈറ്റ് ഫ്രണ്ട്സ് നോക്കിയാൽ നമുക്ക് ഇത് കിട്ടും, നമുക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് വഴി നമുക്ക് ഷെയർ ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അതുവഴി നിങ്ങളൊന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ആപ്പായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.